ശ്രീജിത്ത്, ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദ പ്രസ്താവനകളൊക്കെ പലരും നടത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സംഘർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച രണ്ട് വനിതകളാണ്. ഇന്ന് ആ ഒരു വനിതകളുടെ അതിലൊന്ന് ഒരു മുസ്ലിം യുവതിയാണ്, മുസ്ലിം സൈനിക ഉദ്യോഗസ്ഥയാണ്. അപ്പോൾ അവരുടെ ആ ഒരു പേര് വെച്ചുകൊണ്ട് ഒരു BJP മന്ത്രി അവരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് നടത്തിയത്. കാരണം അതൊരു ഇന്ത്യയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമായിരുന്നു. കാരണം അതൊരു മന്ത്രി കൂടിയാണ്, BJPയുടെ മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു മന്ത്രി കൂടി ആയാണ്. കാരണം ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു മന്ത്രിയാണ് ഇത്തരത്തിലൊരു അനാവശ്യമായ പരാമർശം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ വലിയ ഐക്യമാണ് ഉണ്ടായത്. കാരണം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനോ അതോടൊപ്പം തന്നെ അവരുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടാനോ ആരും തയ്യാറായിട്ടില്ല. പെഹൽഗാമിൽ നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായതായ വലിയ രീതിയിൽ ചർച്ച ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ടൂറിസ്റ്റുകൾ തിങ്ങി വരുന്ന ഒരു സ്ഥലത്തേക്ക് എങ്ങനെ ഈ ഭീകരവാദികൾക്ക് കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് തോക്കുമായി എത്തി കൊലപ്പെടുത്തിയിട്ട് അവർക്ക് തിരികെ രക്ഷപ്പെടാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായെന്ന തുടക്കത്തിലെല്ലാം ചില കോണുകളിൽ നിന്നെങ്കിലും ഈ വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ഒരു പാർട്ടി പോലും അതിനെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കാൻ തയ്യാറായില്ല. കാരണം ഇന്ത്യ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ നാം എല്ലാം മറന്ന് വീഴ്ചകൾ ഉണ്ടെങ്കിൽ പോലും അത് പിന്നീട് സംസാരിക്കാം. ആദ്യം നമ്മുടെ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ സുരക്ഷയാണ്, രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്ന രീതിയിലുള്ള ഒരു ഐക്യപ്പെടലാണ് നാം കാണേണ്ടിയിരുന്നത്. അത് തന്നെയാണ് ആദ്യം തുടക്കം കണ്ടത്. പക്ഷേ ഇപ്പോൾ അതിനുശേഷം വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ആ രാജ്യത്ത് പാകിസ്ഥാനിൽ അവിടെയുള്ള ഭീകര കേന്ദ്രങ്ങൾ കണ്ടെത്തുകയും ഭീകരവാദികളെ തിരഞ്ഞു പിടിച്ച് കൊലപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വരുന്ന കണക്കനുസരിച്ച് 100-ലധികം ഭീകരവാദികളെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നാം വർഷങ്ങളായി തേടുന്ന 30 വർഷത്തിലധികമായി ഇന്ത്യ നോട്ടമിടുന്ന ഭീകരവാദികളുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്. അങ്ങനെ പൂർണ്ണമായി തുടച്ചു നീക്കാൻ കഴിഞ്ഞ ഒരു രാജ്യം തന്നെ, നമ്മുടെ രാജ്യം അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ലോകരാജ്യങ്ങൾ തന്നെ ഇന്ത്യയെ നോക്കിക്കാണുന്നു. കാരണം ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ കൊണ്ടാണ് ഇന്ത്യ അധികവും പാകിസ്ഥാന് തിരിച്ചടി നൽകിയത്. അതോടൊപ്പം തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒരുമിച്ച് ഒരേ സഖ്യമായി നിന്ന് രൂപീകരിച്ച ഒരു ആയുധമാണല്ലോ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കാനാണ്. അതുകൊണ്ടാണ് ഇത്തരം ബ്രഹ്മോസിൻ്റെ എല്ലാം പ്രഹരശേഷി കണ്ടായിരുന്നു അവസാനം അവർ ലോകത്തോട് തന്നെ കാല് പിടിക്കുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നേരിട്ട് തന്നെ അവർ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ്. അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും സൈനിക നേതാക്കളും അടക്കമുള്ള ഞങ്ങളെ രക്ഷിക്കുക, ആണവ കേന്ദ്രങ്ങളിൽ വരെ ഇത്തരം അറ്റാക്കുകൾ ഉണ്ടാകുന്നു, ഇതിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുമെന്ന് ആ രാജ്യങ്ങളോട് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായാണ് ഇന്ത്യ വെടിനിർത്തലിലേക്ക് പോകുന്നത്. അങ്ങനെ നാം അഭിമാനം കൊണ്ട് നിൽക്കുമ്പോഴാണ് BJP നേതാവിൻ്റെ ഇത്തരം ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ എന്തായാലും ഇപ്പോൾ BJP കാരണം കാണിക്കൽ നോട്ടീസ് ഉൾപ്പെടെയുള്ളവ ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തോട്. എന്തുകൊണ്ടാണ് ഇത്തരം അനാവശ്യമായ പ്രസ്താവനയ്ക്ക് ചെയ്ത പ്രസ്താവന ഭീകരവാദികളുടെ സഹോദരി എന്നാണ്. കാരണം ഒരു മുസ്ലിം സൈനിക ഉദ്യോഗസ്ഥയാണ്, ആ പേരാണ്. അപ്പം ഭീകരവാദികളുടെ സഹോദരിയും കൊണ്ട് തന്നെ ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കി, അല്ലെങ്കിൽ ഞങ്ങളുടെ വിധവകൾക്ക് മറുപടി നൽകി എന്നുള്ള തരത്തിലുള്ള പരാമർശം. പക്ഷെ ഒരിക്കലും അദ്ദേഹം അത് പ്രയോഗിക്കരുതായിരുന്നു. കാരണം നമ്മുടെ ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങൾ എന്നുള്ളത് നമ്മളുടെ ജനമാണ് അല്ലേ, അത് വേറൊരു വിഭാഗമല്ലേ. ഇത് ഇപ്പോൾ ഇസ്ലാമിക് ഭീകരവാദം എന്ന് പറയുമ്പോൾ അത് ഈ ഭീകരവാദത്തെ ഒരിക്കലും നമുക്ക് ഈ പറയുന്ന ഒരു വിഭാഗത്തിലെ മതവുമായിട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അത് ഏത് തീവ്രവാദമാണെങ്കിലും ഈ ഒരു മതം വലുതായി അത് തീവ്രവാദത്തിലേക്ക് പോകും, അമിതമായിട്ടുള്ള തീവ്രമായിട്ടുള്ള രീതിയിലേക്ക് പോകുമ്പോഴാണ് അതൊരു ഭീകരവാദമായിട്ടും തീവ്രവാദമായിട്ടും മാറുന്നത്. അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തിനല്ല ആർക്കും യോജിക്കുന്ന ഒരു ഇതല്ല. എത്രയോ മുസ്ലിം സഹോദരങ്ങൾ നമ്മളോടൊപ്പം ഇന്ത്യയുടെ കൊടി അല്ലെങ്കിൽ നമ്മുടെ ദേശീയ പതാക നെഞ്ചോട് ചേർത്ത് തന്നെ ഒരു പക്ഷെ നമ്മളെ മറ്റുള്ള ആരെക്കാളും അവർ ആ രീതിയിൽ നമ്മുടെ ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ട്, അഭിമാനം കൊള്ളുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പോൾ ആ ഒരു മുൻനിരയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു ഉദ്യോഗസ്ഥയാണ്. അവർ രണ്ടുപേരുണ്ടായിരുന്നു. അവർ എന്ത് ആത്മാർത്ഥമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത്. അവരുടെ സൈനിക ജോലി എന്ന് പറയുന്ന ആ രീതി. അപ്പോൾ ഇന്ത്യയോടുള്ള ഒരു സ്നേഹവും ഇഷ്ടവും ദേശസ്നേഹവും കാരണമാണ് പലരും ഈ സൈനിക പദവിയിലേക്ക് അല്ലെങ്കിൽ സൈനികരാവണം എന്നുള്ള രീതിയിൽ പലരും പോകുന്നത്. കുറച്ച് പേരേ ഉള്ളൂ ഒരു ജോലി എന്നുള്ള രീതിയിൽ പോകുന്നത്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരത്തിൻ്റെ പുറത്ത് സൈനികരാവാൻ പോകുന്നതാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഒരു സൈനിക പദവിയിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് ഇന്ത്യയോടുള്ള അമിതമായിട്ടുള്ള ദേശഭക്തിയാണ്.
അപ്പോൾ ഇത്തരത്തിലൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ പോലും ബഹുമാനിക്കാതെ ആക്ഷേപിച്ചത്, ഇത് പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും ആക്ഷേപിച്ചത് ശരി തന്നെയല്ല. അത് ഈ പെഹൽഗാമിൽ അന്ന് നമുക്കറിയാവുന്നതാണ്, ഈ മതം ചോദിച്ചാണ്, നിങ്ങൾ ഹിന്ദുക്കളാണോ എന്ന് ചോദിച്ചാണ് ഈ കൊലപാതകം നടത്തിയത്. അത് അവർ നടത്തിയതിന് പിന്നിൽ അവരെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു ഭിന്നത വളർത്തുക എന്നതാണ്. അപ്പോൾ അതിനുകൂടെ ഉള്ള ഒരു തിരിച്ചടിയായിരുന്നു അന്ന് ഉണ്ടായത്. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ആ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. അതിനുശേഷം ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് ലോകം തന്നെ കാത്തിരിക്കുന്നു, ഇന്ത്യയിലെ ജനങ്ങൾ കാത്തിരിക്കുന്നു. അപ്പോഴാണ് രണ്ട് വനിതാ സൈനിക ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഇത്തരം ഈ വാർത്താ സമ്മേളനം വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യ അതിലൂടെ നൽകിയ സന്ദേശം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഞങ്ങൾ വിഭജനത്തിന് തയ്യാറായില്ല. അതുകൊണ്ടാണ് ഒരു മുസ്ലിം വനിതയായ സോഫിയ ഖുറൈഷിയും അതോടൊപ്പം തന്നെ മറ്റൊരു വനിതയുണ്ടായിരുന്നു, വ്യാമിക സിംഗ്. അവർ സിഖാണ്. 2 ന്യൂനപക്ഷ മതങ്ങളെ മുൻനിർത്തിയായിരുന്നു നാം അന്ന് മറുപടി കൊടുക്കുന്നത്. അത് നമ്മുടെ അഭിമാനമാണ്, 2 സ്ത്രീകളായ ന്യൂനപക്ഷങ്ങളിലുള്ളവർ. കാരണം നിങ്ങളെ രാജ്യത്ത് നിങ്ങൾ ന്യൂനപക്ഷത്തെ വേട്ടയാടുകയും നിങ്ങൾ ഭീകരവാദികൾക്ക് അവരെ വിട്ടുകൊടുക്കുകയും ചെയ്യും. നമുക്കറിയാലോ, പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം അന്ന് 10% ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ ഇന്ന് വെറും 1%. അതെ, ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ക്രൈസ്തവരായാലും ഈ ബുദ്ധന്മാരുമായ എല്ലാം, ജൈനന്മാരായാലും എല്ലാവരും വലിയ രീതിയിലാണ് അവിടെ വേട്ടയാടുന്നത്. അങ്ങനെ വേട്ടയാടാതെ അവരെ മുന്നിൽ നിർത്തിയാണ് ഞങ്ങളുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് വനിതയുമായി ബന്ധപ്പെട്ട് ഈ പ്രത്യേകിച്ച് ഈ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തന്നെയാണല്ലോ ഈ മുത്തലാഖുമായെല്ലാം ബന്ധപ്പെട്ട് നാം കണ്ടത്. പ്രത്യേകിച്ച് മുസ്ലിം വനിതകളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് BJP ഇത്തരം ഒരു നിലപാടിലേക്ക് പോയത്, കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു നിലപാടിലേക്ക് പോയത്. അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ഈ BJP നേതാവിന്റെ ശ്രമം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ആദ്യം പറഞ്ഞതുപോലെ ശ്രീതടയ്ക്ക് പറഞ്ഞില്ല, ഈ മതം ചോദിച്ചുള്ള ഒരു ആക്രമണമായിരുന്നു അവരുണ്ടാക്കിയത്. പക്ഷേ ആ മതമല്ല, ഞങ്ങളെല്ലാം ഇന്ത്യ എന്നുള്ളത് ഒരൊറ്റ ജനതയാണെന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഈ ഒരു യുദ്ധത്തിലൂടെ 2 തലവന്മാരെന്ന് പറയുമ്പോഴും അതിന് മലയാള ഭാഷയിൽ എന്ത് പറയുന്നു അറിഞ്ഞൂടാ. പക്ഷേ 2 തലപ്പത്ത് ഈ 2 സൈനിക ഉദ്യോഗസ്ഥകളെ ഇരുത്തിക്കൊണ്ട് ഈ ഒരു പോരാട്ടം നടത്തിയത് എന്തുകൊണ്ടും ഇന്ത്യക്ക് ഞങ്ങളുടെ സ്ത്രീകൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ സ്ത്രീകൾ മതി, നിന്നെയൊക്കെ ചാമ്പലാക്കാൻ എന്നുള്ളത് മതി, ഞങ്ങളുടെ ബുദ്ധി മതി എന്നുള്ളത്. ഞങ്ങൾ ഈ പറഞ്ഞോണം അവിടേക്കുള്ള സ്ത്രീകൾക്കെന്ന് വെച്ചാൽ മുഖം ഒന്ന് മറച്ചുകൊണ്ടാണ് നടക്കുന്നത്. അവർക്കൊന്ന് പുറത്തിറങ്ങാനോ അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ഒരു കാര്യം പറയാനോ അല്ലെങ്കിൽ അവർക്ക് പഠനവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനോ ഒന്നും സാധിക്കാത്ത ഒരു നാടാണ് പാകിസ്ഥാൻ. പക്ഷേ ഇവിടെ നമ്മുടെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ മുൻഗണന. നമ്മുടെ സൈനിക തലപ്പത്ത് പോലും ഇത്തരത്തിലുള്ള സ്ത്രീകളെ നിർത്തിക്കൊണ്ട് നമ്മൾ പോരാടുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ഭാരതത്തിന്റെ പൈതൃകവും ചരിത്രമൊക്കെ തന്നെ ഝാൻസി റാണി പോലുള്ള ഉണ്ണിയാർച്ച ഒക്കെ പോലുള്ള ധീര വനിതകളെ വീണ്ടും പരിപോഷിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. അത് ഈ പാകിസ്ഥാന് മാത്രമല്ല, ലോകരാജ്യങ്ങൾക്ക് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ഇത്തരത്തിലൊരു യുദ്ധം ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ലോകരാജ്യങ്ങളിൽ ഇങ്ങനെ വനിതകളെ മുന്നിട്ട് നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു സംഘർഷമായാലും യുദ്ധമായാലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യ അങ്ങനെ ചെയ്തത്. അത്രയേറെ ഇന്ത്യൻ സ്ത്രീകൾക്ക് ഒരു മുൻഗണന, ഒരു പ്രാധാന്യം നൽകുന്നുണ്ട്. ഇപ്പം പറഞ്ഞ പോലെ നമ്മുടെ ഈ വഖഫ് ബില്ലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, മുത്തലാഖ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ ഈ ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വേണ്ടി നമ്മുടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം അവർ ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടി മുൻനിരയിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിൽ നമ്മുടെ കേന്ദ്ര സർക്കാരായാലും നമ്മുടെ സംസ്ഥാന സർക്കാരും ഒക്കെ നമ്മുടെ ഇന്ത്യ മുഴുവനായിട്ട് ചെയ്യുമ്പോൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇതൊരു പാഠമാണ്. നാം എന്ന് പറയുന്ന ഇന്ത്യ എന്താണെന്നുള്ളത് ഈ ഒരു സംഘർഷത്തിലൂടെ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഈ ചെറിയ ചേമ്പിന്റെ ചൊറി എന്ന് പറയുന്നത് പോലെ ചില ആൾക്കാർ, അതും നമ്മുടെ കേന്ദ്ര സർക്കാരിന് തന്നെ നാണക്കേടുണ്ടാവുന്ന തരത്തിലാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. എന്തായാലും കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുമായിരിക്കും അല്ലേ? തീർച്ചയായും. കാരണം ഇതിനു ശേഷമുള്ള പല പ്രസംഗങ്ങളും മോദി നടത്തിയിട്ടുണ്ടല്ലോ. പല പരിപാടികളിലും മോദി നടത്തുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ പ്രശംസിക്കുന്നതിന് പ്രധാന കാരണം ഈ സംഭവമായിരുന്നു. കാരണം നരേന്ദ്രമോദി അതിൽ മതം കലർത്താൻ ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗം എടുത്തു നോക്കിയാലും അറിയാം, അദ്ദേഹം പാകിസ്ഥാനെതിരെയും ഭീകരവാദികൾക്കുമെതിരെയാണ് പറയുന്നത്. ഒരു മതത്തിന്റെ ഒരു സൂചന പോലും അദ്ദേഹം ഒരിടത്തും പ്രസംഗങ്ങളിൽ നൽകിയില്ല. അങ്ങനെ രാജ്യത്തെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചപ്പോഴാണ് ഈ മന്ത്രിയുടെ ഇത്തരം പ്രസ്താവന ഉണ്ടായിരിക്കുന്നത്. അതിനെതിരെ ഉറപ്പായി തന്നെ BJP നടപടിയെടുക്കണമെന്നാണ് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുള്ള സാധ്യതയും കൂടുതലാണ്.